ആ അത് ഞാൻ വൈകുന്നേരം പ്രൊഡ്യൂസർ പ്ലീസ് അണ്ണ പ്രൊഡ്യൂസർ വരുമ്പോ അണ്ണാ BM ഇതെപ്പോ എടുത്ത് നിങ്ങൾ പറഞ്ഞില്ലല്ലേ? അടിപൊളി അടിപൊളി ഏറ്റവും എന്താ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച അടിച്ചോണ്ടിരിക്കുമ്പോഴോട് പറഞ്ഞതല്ലേ അണ്ണാ. പുതിയ സീരിയലൂടെ അങ്ങനെ ടെൻഷനില്ലേ വിട്ടുമായിരിക്കും അണ്ണാ, സോറി. പിന്നെ വണ്ടി ഇറക്കുന്നതിന് സമയം നോക്കിയത് നമ്മുടെ ജോത്സ്യരി തന്നെ. പിന്നെ വണ്ടി ഇറക്കുന്നതിന് സമയം നോക്കിയത് നമ്മുടെ ജോത്സ്യരി തന്നെ. എന്നിട്ട് വേണം വണ്ടി വഴിയിലാവാൻ. എടാ എല്ലാരും കൂടി എനിക്കിട്ട് താറ്റി കഴിഞ്ഞെങ്കിലേ ചെലവ് എപ്പ ചെയ്യുമെന്ന് പറ. ഇന്നെ ചെയ്ത് കളയാം. അരവിന്ദാ, നീ ഇന്ന് ഫ്രീ അല്ലേ? Paramilitary force. In recent days, more countries have attempted to evacuate their diplomats and citizens. അരവിന്ദാ, നീ ഇന്ന് ഫ്രീ അല്ലേ? ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു പരിപാടി എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ പ്ലാൻ ചെയ്തു, ഞാൻ എത്തിക്കോളാം. അപ്പൊ വക്കീലേ കാര്യമായിട്ട് തന്നെ ആയിക്കോട്ടെ. കവടി നിർത്തിയ സമയം നോക്കി പോരെ. കമലു, നീ ആ ചെറുക്കനെ വിളിച്ച് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യും. പൊളിക്കാൻ നമുക്ക്. ഞാൻ വിളിച്ചു നോക്കട്ടെണ്ണ. വല്ല കാറിന്റെ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുക വാപ്പിള് പോയാല്. നമ്മുടെ വാഹനം ഡീസൽ ആണെങ്കിലും അല്ലെങ്കിൽ പെട്രോൾ ആണെങ്കിലും പെട്രോൾ പമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചിലര് അറിയാതെ പറയണ ലൈറ്റ്സ് ഇല്ലടാ, കിങ്സ് മതിയാ. എന്തോ നജിയണ്ണ ഇത്? ഞാൻ ലിസ്റ്റിൽ പ്രത്യേകം എഴുതിയല്ലേ ലൈറ്റ്സ് തന്നെ വേണമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വക്കീൽ അതേ വലിക്കുള്ളൂ, അതല്ലേ? എടാ മറ്റേ റിസോർട്ടിൽ നിന്ന് ആ ചെക്കൻ വന്നിട്ട് ഫുള്ള് മേടിച്ചോണ്ട് പോയടാ. അണ്ണാ, ഇവിടുത്തെ അവസ്ഥയൊക്കെ അണ്ണൻ അറിയാവുന്നതല്ലേ. റിസോർട്ടെന്ന് ബോർഡിൽ എഴുതി വെക്കാനേ കൊള്ളൂ. നേരം വണ്ണം ഒരു ബുക്കിംഗ് കിട്ടിയിട്ട് കാലം എത്രയെന്ന് അറിയാമോ? എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എല്ലാ ആഴ്ചയും വരുന്ന ഈ ഐറ്റങ്ങളെ വെച്ചിട്ടാ. മുതലാളി ഒന്നും തരുന്നില്ല, അതിന്റെ ഇടയ്ക്കൂടെ അണ്ണനും കൂടെ പണിയല്ലേ. ഞാൻ നോക്കട്ടെടാ, ടൗണിൽ നിന്ന് വരുന്ന ആരോടെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറയാം. എടാ ഞാൻ വന്നു കഴിയുമ്പോൾ വിളിക്കാൻ നിന്നാ. എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കും. ഒരു 7-7:30 ആകുമ്പോൾ കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് അവരൊക്കെ വരുള്ളൂ. അപ്പൊ ഇന്ന് മൊത്തം ഓളായിരിക്കുമല്ലോ. പറയാനുണ്ടോ? ഇവിടുത്തെ ചടപ്പൊന്ന് മാറി കിട്ടുന്ന ഇവരെ പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് കുത്തി മറയുന്ന കാണുമ്പോഴാ. നമ്മുടെ വക്കീല് അപ്പൊ എത്രയും പെട്ടെന്ന് BMW റോൾസ് റോയ്സിലോട്ട് കയറട്ടെന്ന് ഞങ്ങളെല്ലാം കൂടി ആശംസിക്കണം അല്ലേ? നമ്മുടെ നാട്ടിലെ ക്രൈമുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അത് എത്രയും പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അണ്ണാ, നിങ്ങളുടെ BMW ചുറ്റും നമ്മുടെ അടുക്കളയിലെ ഫയൽ കിടന്ന് വരവുന്നുണ്ട്. ഈ പയ്യന് വണ്ടി എടേ എന്റെ യൂട്യൂബ് ചാനലൊന്ന് ഹിറ്റ് ആയിക്കോട്ടെ, ഞാനും വാങ്ങും ഇതുപോലെ ഒരെണ്ണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിന്റെ ഭാവി കബഡി നിരത്തി നോക്കിക്കൂടെ? എടാ ഞങ്ങള് ജോത്സ്യന്മാര് സ്വന്തം ഭാവി നോക്കാറില്ല. പറക്കാവില്ല, കള്ളത്തരം 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 കഴിക്കട്ടാ. ചുമ്മാ ഇങ്ങനെ തള്ളി കിടക്കുവാ. ഞാൻ ഇപ്പൊ എത്തല്ലോ, ഒരു 15 മിനിറ്റ് ഉറപ്പ്. പിക്കോ ഒരു സെക്കൻഡ് കേട്ടാ. എന്താ നിന്ന് നിർത്തിയേ? ദേ ഈ ഊള പരിപാടി ഇപ്പൊ നിർത്തിയേക്കണം. വീട്ടിൽ നിന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയ സൊള്ളലാണല്ലോ. ഒന്നെങ്കിൽ നീ ഫോൺ വെക്ക്, അല്ലെങ്കിൽ നീ ഓട്ടോയും വിളിച്ച് പോവാൻ നോക്കി. എടാ ഞാൻ വിളിക്കാട്ടാ. കോളേജിൽ ചെന്നാലേ ആ തിരുമോന്ത കാണാൻ തന്നെയല്ലേ പോണത്. ഹലോ,
എന്റെ പടോ? എവിടെ? അടിപൊളി. നീ മോഡലിംഗ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, സർപ്രൈസ് ആയിരിക്കും അല്ലേ? സത്യം പറ, എത്ര രൂപ കിട്ടി? ദേ, ഞാൻ വല്ല പറഞ്ഞാണ്ടല്ലോ. സത്യമായിട്ട് എനിക്കിത് അറിയില്ല. പിന്നെ നീ അറിയാണ്ടാണോ നിന്റെ പടം ഇതുപോലെ തന്നെ വരച്ചു വെക്കണേ? എടി, ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്നാലും അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാലേ ഇത് വെറുതെ വിട്ടെടുത്തൂടാ. നീ നമ്പർ ഒന്ന് വായിക്കേ. എന്റെ പൊന്നു പെങ്ങളെ, മനസ്സാ വാച ഞാനത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണോ കറക്റ്റ് ആയിട്ട് ഇവളുടെ പടം തന്നെ വരച്ചു വെച്ചത്? പരസ്യം കാണിച്ചാലേ കടയിൽ ആളുകൾ വരുവുള്ളെന്ന് നാട്ടുകാർ പറഞ്ഞപ്പം ഞാനാ ആ ഫൈൻ ആർട്സ് പിള്ളേരോട് പടം വരയ്ക്കാൻ പറഞ്ഞത്. എന്തായാലും പടം വരയ്ക്കാൻ. അപ്പോൾ അവർ പറയാ അവരുടെ അനുവാദമില്ലാതെ പടം വരച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആകെപ്പാട് വിഷമിച്ചിരുന്നപ്പോൾ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉഗ്രനോട് കിഴക്കാച്ചി പെണ്ണ് ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ പെണ്ണ് കൊള്ളാവെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് നല്ല പെണ്ണ്, അവന്റെ ഭാവനയെ വരച്ചതാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ നിൽക്കുന്ന ആരടോ? അട്ടോ അതാ എനിക്ക് മനസ്സിലാവാത്ത. പെങ്ങൾ മോഡലാ? ചാരു, ഇവനൊക്കെ പിന്നെ കാണാം. ആദ്യം ഫൈൻ ആർട്സ് കോളേജ് വാ. പെങ്ങളെ, കേസാക്കല്ലേ? ഓ, ഇത് കേസാവും. എങ്ങനെയുണ്ട് എതിരേടാ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. താങ്ക്സ് ഡാ, താങ്ക്സ്. നീ ക്യാൻറ്റീനിലോട്ട് പോലെ നമുക്ക് അവിടെ വെച്ചാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ? എവിടുന്ന് എന്റെ ഫോട്ടോ കിട്ടിയേ? അല്ല, എന്റെ അനുവാദമില്ലാതെ എന്റെ പടം വരയ്ക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? അന്നേരം ഒരു മുഖം വേണം തോന്നിയപ്പോൾ മനസ്സിൽ വന്നൊരു മുഖം വരച്ചോന്നേ ഉള്ളൂ. അത് താനാകുമെന്ന് സത്യത്തിൽ ഞാൻ കരുതിയില്ല. എന്നാലും ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ വരച്ചതിനേക്കാൾ കൊള്ളാട്ടോ തന്നെ കാണാൻ. ചാരു, ഇവൻ പറയണ മൊത്തം ഡൈപ്പാ. നമുക്കേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അറിയാതെ തന്നെ വരച്ചതാ. സോറി. ഞാൻ തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാനൊന്നും പറയണ്ട. ചാരു വാ, പോലീസിനോട്. നിക്ക് ഒരു മിനിറ്റ് പ്ലീസ്. ഇയാൾ ഈ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. താനോ? നീ കൊച്ചിനെ മുന്നേ കണ്ടിട്ടുണ്ടോ? എടി, ഇത് ഞാനാ. ഇവളുടെ ചേർത്തില്ല മുഖം ഇവനങ്ങനെ അറിയാം. അതെ, ഒന്ന് നിക്കോ. ഹസ്ബൻഡിന് എപ്പോഴും സംശയമാണേ. ഒരു ഫോൺ കോൾ വരാൻ പാടില്ല, അപ്പോൾ തുടങ്ങും സംശയം. സത്യം പറഞ്ഞ മടുത്ത്. ചിലപ്പോൾ തോന്നും ചത്ത് കളഞ്ഞാൽ മതിയെന്ന്. കൊച്ചെന്നാത്തിനാ വിഷമിക്കുന്നേ?
ഇതെല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ. അങ്ങനെ നോക്കിയാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയമേ കഴിഞ്ഞു. ഉദയേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഓ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ കൊച്ചു സന്തോഷമായിട്ട് പോയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് വാ. ചെല്ലേ ഓ. അണ്ണാ 24 മണിക്കൂറും ജിമ്മി കിടന്ന് മരിച്ചിട്ട് നീര് വന്നല്ലാതെ ഒരു പരിപാടി നടക്കലാണ്. എന്നാലിത് എങ്ങനെയാണ് ഇത്? അണ്ണാ പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ പകുതി ഗ്ലാമർ പോലും എനിക്കില്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ പെണ്ണെന്ന് പറയുന്നത് പണ്ടാരാണ്ട് പറയുന്നത് പോലെ പൂച്ചക്കുട്ടിയണ്ണാ. ഈ ഭർത്താക്കന്മാര് കൊടുക്കാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ് ആ സാധനം? സാന്ത്വനം. സാന്ത്വനം, അതൊരു പോയിന്റാണ്. അണ്ണാ ഇവളൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്, ലിസണർ ആവണം. വിഷമിച്ചിരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു തലോടൽ, പിന്നെ പൂച്ചക്കുട്ടീന്നൊരു വിളി, അത്രേ ഉള്ളണ്ണാ. അത് മതി, ഇനി പോരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇവളെ വിളച്ച എങ്ങനെയാണെന്ന് അറിയുമോ? അതൊരു കഥയാണ്. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ആ, ബെസ്റ്റ് ഒക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ രണ്ടു മൂന്നങ്ങ് മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം? നമുക്കൊന്ന് സൂഹിക്കണ്ട കോപ്പുകളെ. അതല്ലേ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങക്ക് വേണേ ഒന്നുകൂടെ എടുത്ത് കഴിച്ചോ. ഇത് കുറിച്ച് കരള് വീർക്കുമെന്നല്ലാതെ ഇതെല്ലാം ഞാൻ പറഞ്ഞ സുഖം. വക്കീലെ, നിങ്ങൾ കാര്യം തെളിച്ചു പറ. ശോകാണ് കമലാസന. കല്യാണം കഴിഞ്ഞതിന് ശേഷം ശോക. ഓ, കല്യാണം കഴിച്ചില്ലെങ്കിലും ഷോ ആണ്. ആണാ ഓരോരുത്തന്മാര് സെറ്റ് ചെയ്യണോ? കൊതിയാവും. എടാ, അതിന് മൈഥുന യോഗം വേണം. ആ യോഗം കിട്ടാനും ഒരു യോഗം വേണം, അല്ലേ? ഉള്ളത കമലാസന. കടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കമലാസനൻ ജയകൃഷ്ണൻ പോകണ്ട. ഐ ലവ് യു. അതാണ്. നോക്കടേ, ഒരു പടി എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. ദീപ്തി. ദീപ്തി നല്ല ആര്? നിന്റെ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിലെ നായിക. നടക്കുവോ? പെടക്കാതടാ. നടക്കോ കമലു? നടക്കും, ഞാൻ നടത്തിക്കും. പക്ഷെ സംഗതി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിനോട് എന്തും ചെയ്യാം. ഒരു ആർത്തി കണ്ടില്ല അവന്റെ. എന്റെ അണ്ണ കന്യകനാണ്. പിന്നെ കമലു അണ്ണ കേട്ടെ, നമ്മൾ മൂന്നുപേരും കൂടെ സെറ്റ്. അതാണ്. പൊളിക്കും. ഇത് നടക്കും. ഇത് കമലാസിനെ കൊണ്ട് മാത്രം നടക്കൂ. ലാസ്റ്റേ തരുള്ളേ. ലാസ്റ്റെങ്കിൽ ലാസ്റ്റ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ എല്ലാം പോയി ഒന്ന് സെറ്റ് ഇട്ടിട്ട് വരട്ടെ. സെറ്റ് ചെയ്യണ പുഷ്പനെ വിളിക്കണം. ഒരു റെസ്റ്റോറന്റിൽ പോവാ. ഫുഡ് അടിക്കാനല്ലടോ, ഒരു പെണ്ണ് കാണാൻ. ഇവിടെ ഒരാൾ മനസ്സിൽ തോന്നിയ പെൺകുട്ടിയുടെ മുഖം വരയ്ക്കുന്നു. ആ പെൺകുട്ടിയാണെങ്കിലോ യഥാർത്ഥത്തിൽ പടം വരച്ച ആളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അതും സംഗീത കോളേജിൽ പഠിക്കുന്നു. ഇതെന്തോന്നടേ, തെലുങ്ക് സിനിമയോ? എടാ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അവളോട് ജസ്റ്റ് ഇപ്പോൾ ചാറ്റ് ചെയ്തേ ഉള്ളൂ. ഇന്ന് അവളുടെ പെണ്ണ് കാണില്ല. എടാ, പെണ്ണ് കാണലല്ലേ ആയിട്ടുള്ളൂ, കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ. നീ കാര്യം തുറന്നു പറയടാ.
അല്ലടാ അതിപ്പോ അതെ ഈ പെമ്പിള്ളേർക്ക് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആമ്പിള്ളേരെ ഇഷ്ടം. ഷാരുത തോമസ്. പേര് കൊള്ളാം. Call me. ഡാ, ദേ അവള്. ഹായ്, അവിടെ എത്തിയോ? ആ ജസ്റ്റ് ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എവിടുന്നാ പയ്യൻ? ആളെങ്ങനെയുണ്ട്? നേരത്തെ അറിയുന്നവരാടോ, കുറച്ച് നാളായിട്ടുള്ള അഫെയറാ. ഓ അടിപൊളി. താൻ ലക്കിയാടോ, ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയല്ലോ. അതിന് കല്യാണം കഴിക്കാൻ പോണ ഞാനല്ല. സത്യമായിട്ടും? എടോ അവരോട് വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാടോ. ആ ഓക്കെ 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 ബൈ. യെസ്. ആ വന്നല്ലോ. ഇതാ എൻ്റെ ഇളയാള് ചാരു. ദീപു പറഞ്ഞിരുന്നു ഡാൻസ് പഠിക്കണല്ലേ? ആ അതെങ്കിലേ BA മോഹിനിയാട്ടം. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഡാൻസ് കാണാൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. മൂത്തവൾക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം, ഇവൾക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ കല്യാണത്തിന് എൻ്റെ കുടുംബക്കാരും സഹകരിക്കില്ല. ചിലപ്പോൾ പള്ളിയിൽ നിന്നും താക്കീത് വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വലുത് എൻ്റെ മോളുടെ ഇഷ്ടമാണ്. ആര് സഹകരിച്ചില്ലേലും ഞാൻ ഈ കല്യാണം നടത്തും. ഇവിടെ മോശമൊന്നുമല്ല, പള്ളിയും പള്ളിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമൊന്നുമല്ല. ഞങ്ങളുടെ കൂട്ടരും എന്തേലും പ്രശ്നം കൊണ്ടുവരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് നോക്കാനാ? എന്നാ പിന്നെ ഞങ്ങൾ ഒരു ദിവസം കുറിച്ച് ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സാറിവിടെ വേറെന്തെങ്കിലും? മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട. ഏയ് അത് പറ്റത്തില്ല. കല്യാണ പെണ്ണിന്റെ അനിയത്തിയെ പട്ടിണി കിടാൻ പറ്റത്തില്ല, ദേവദോഷം ഉണ്ടാവും. എന്നൊരു ചായ മതി. എന്നൊരു ചായ. ഓക്കെ സാർ. നിന്റെ അമ്മായിപ്പൻ്റെ കോമഡി ഊളിയാണ്, അനിയൻ ചെറുക്കൻ ഊളിയാണ്. അപ്പൊ നേരി വരുമ്പോ കാണാം. ഓക്കെ ബൈ ബൈ. എന്താണ്? ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ മാനേജർ പുഷ്പൻ, നമ്മുടെ പഴയ ഒരു ശിഷ്യനാണ്. പുഷ്പൻ ആ നിമിത്തം കൊള്ളാൻ സംഗതി പുഷ്പിക്കും. ആ പുഷ്പിക്കണമെങ്കിലേ നല്ല ചെലവുണ്ട്. യവക്കാണെങ്കിൽ പൈസക്ക് ഭയങ്കര ആർത്തിയാണ്. അത് കൊടുക്കാം, പക്ഷെ നമ്മുടെ ആർത്തിയുടെ കാര്യം പുള്ളിക്കാരി തീർക്കോ? അണ്ണ രണ്ടും കൽപ്പിച്ച് തന്നെയല്ലേ? വിടറേ. അയ്യോ സുധരേജി, പാർട്ടി മാത്രല്ല പേടിയുണ്ട്. അത് കളിക്കാം. ചെറുക്കാ തന്നാണ്ടല്ല. പേടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. സംഗതി സേഫ് അല്ലേ കമലു? അതെ, ഈ അങ്ങനെ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കൊണ്ടുവന്നാലേ ഇത് സംഭവം ചെയ്തു. നല്ല ആരും പിടിക്കാത്തൊരു ഐഡിയ വേണം നമുക്ക്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാലോ? ആ ഐഡിയ കൊള്ളൂല. കൊള്ളൂല. അല്ലെന്ന് ഈ നടിമാരെയൊക്കെ ഒന്നില്ലേ ഷൂട്ടിംഗ് അല്ലേ, പിന്നെ വല്ല ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഉഗ്രൻ ഐഡിയ തന്നെ, പക്ഷെ എന്തെടുത്ത് ഉദ്ഘാടനം ചെയ്യും? എന്റെ ജ്യോതിശാലയമായാലോ? ബെസ്റ്റ്. ഇതിനൊന്നും എടുത്തോണ്ട് കളയടേ. ഇല്ലെന്നേ, നമുക്ക് ഈ കടയും പരിപാടിയും ഒന്നും ഇല്ലാത്തോണ്ടാ. ഇല്ലേ ഈ ലൈൻ പിടിച്ച് നമുക്കൊന്ന് ഇറക്കി നോക്കായിരുന്നല്ലേ? ഒരു വഴിയുണ്ട്. വക്കീലിന്റെ പണി തീരാത്ത കെട്ടിടമില്ലേ, അത് പെയിന്റ് എല്ലാം അടിച്ച് നമ്മൾ അങ്ങ് ഉദ്ഘാടനം. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ അല്ലേ? പണി തീരാത്ത കെട്ടിടം എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അണ്ണ നിങ്ങൾ എങ്ങനെ ക്രിമിനൽ വക്കീലായ അണ്ണ? ഉദ്ഘാടനം ചെയ്യണ ആരാണ്? ഒരു നടിയല്ലേ? നാട് മുഴുവൻ അറിയും. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ കിടന്ന് കറങ്ങി കളിക്കും. ഇങ്ങോട്ട് എൻക്വയറി വരും. അഡ്വാൻസ് പൈസയും വാങ്ങിച്ച് നിങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ പണി തരും അല്ലേ? ആലോചിക്കൊന്നുമില്ല. സുചിത്ര സമ്മതിക്കില്ലേ? ഒരു സുചിത്ര അണ്ണ സുചിത്രയാണോ വലുത്, ആർത്തിയാണോ വലുത്? അത് ദീപ്തിയോടുള്ള ആർത്തി തന്നെ തന്നെയല്ലേ? അണ്ണൻ നൈസായിട്ട് അങ്ങ് ഓപ്പറേറ്റ് ചെയ്താൽ മതി, ചേച്ചി വീഴും. ഇന്ന് രാത്രി 8:30 ശേഷം നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ സമയത്ത് അണ്ണൻ ചേച്ചിയൊക്കെ ഇറങ്ങി പിടി. അങ്ങനല്ലണ്ണ, അത് അണ്ണൻ ചേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, കിഴങ്ങ് തന്നെ.
എന്നാലും ഓ എൻ്റെ അണ്ണ ഒരെന്നാലും ഇല്ല. അണ്ണാ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. ദേ കാര്യം നടന്ന അടുത്ത ആഴ്ച ഡീപ്പി. ആ എന്നാ ഒന്ന് ശ്രമിച്ചു നോക്കാല്ലേ? ശ്രമിക്കും. ദൈവമേ ഈ കളി നടന്നാൽ മതിയായിരുന്നു. സെറ്റ്. നല്ല ചായക്കടാന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഉള്ളത് പറ, താൻ എന്നെ എവിടേക്കാണ് കൊണ്ടുപോണത്? താൻ ധൈര്യമായിട്ട് പാടും, ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ദേ ഇപ്പൊ റോഡ് എൻ്റെ ആയി. അവിടെ ഒരു വലിയ ഗേറ്റ് കണ്ടോ? ആ കണ്ടു. അതിനുള്ളിലേക്ക് കയറുക, ഞാനവിടെ നിൽപ്പുണ്ട്. ഓക്കെ. ഹായ് വാടോ. ഇതാണോ താൻ പറഞ്ഞ ഗംഭീര ചായ കിട്ടുന്ന ചായക്കട? ദേ വല്ല ഉഡായിപ്പൊപ്പിക്കാനാണ് പ്ലാനെങ്കിൽ എന്റെ യഥാർത്ഥ സ്വഭാവം താൻ അറിയും. അത്രയ്ക്ക് എന്നെ പേടിയാണെങ്കിൽ താനൊന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്തേ. അതാവുമ്പോ ഞാൻ തന്നെ വല്ലതും ചെയ്താ ഒരു എവിഡൻസ് ആവുമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല താനെന്തിനാ ഈ പൊട്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നേ? പറയാം, ഉള്ളിലോട്ട് വാടോ. വാ. വാ ഇരിക്കും. ചായയും കൊണ്ട് വെയിറ്റർ വരുമായിരിക്കും അല്ലേ? ഇതിലൊന്നും കലക്കിയിട്ടില്ലല്ലോ അല്ലേ? ഗംഭീരൊന്നും അല്ലെങ്കിലും കൊള്ളാം. അതെ, ഒന്ന് വരൂ. എന്തിന്? ഒന്ന് വാടോ. ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാ നാളത്തെ എൻ്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഈ വീട് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇത് സ്വന്തമാക്കാമെന്ന് ആരും ഇത് സ്വന്തമാക്കാമെന്ന് ആരും കരുതണ്ട. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നരേന്ദ്രൻ ഇങ്ങോട്ട് വരികയും ഈ കാര്യം പറഞ്ഞുകൊണ്ട് നരേന്ദ്രൻ ഇങ്ങോട്ട് വരികയും വേണ്ട. ബഹുമാനമില്ല. ഇനി ക്ലോസ് എടുക്കാം. സാറേ ഇനി 3 ഷോട്ടേ. പുഷ്പ പുഷ്പരാജേ അണ്ണാ നിന്റെ മാഡം വന്ന് മെനിങ്ങിട്ടുണ്ടല്ലോടെ. കണ്ണു വെക്കല്ലേ അണ്ണാ? എങ്ങനെ കണ്ണു വയ്ക്കായിരിക്കും പുഷ്പ? പുഷ്പരാജ് നമ്മുടെ കാര്യം എന്തായി? എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന 18-ാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിന് ഞങ്ങളിങ്ങ് എത്തും. പിന്നെ വൈകിട്ട് 7:30 ചെന്നൈക്കുള്ള ഫ്ലൈറ്റ്. പിന്നൊരു കാര്യം, മാഡം ഫ്ലൈറ്റ് കയറണമെങ്കിലേ അക്കൗണ്ടിൽ കാശ് വീഴണം. കാശൊക്കെ കറക്റ്റായിട്ട് വീഴൂടെ, നീ കിടന്ന് വരവാതെ. 18 4 ദിവസമൊക്കെ എങ്ങനെ തള്ളിക്കൂടെ പുഷ്പ? ഓ മാഡം വിളിക്കുന്നു, ഞാൻ കൂടെ പോട്ടെ. നിന്റെ സമയം തന്നെ ഒന്ന് പോവണ്ട. എൻ്റെ അച്ചു, ഇതിലെന്താ ഇത്ര പ്രശ്നം? എൻ്റെ പെങ്കൊച്ചിൻ്റെ ഒരാളെ ഇഷ്ടമാണ്, ഞാൻ ആ കല്യാണം നടത്താൻ പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. നിനക്കത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് കുടുംബക്കാരെ നോക്കണം, പള്ളിക്കാരെ നോക്കണം. അതെങ്ങനാ? തള്ളെ കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. അച്ചായോ, അവൾ ജീവിച്ചിരുന്നപ്പോഴേ നിങ്ങൾ അവൾക്ക് സമാധാനം കൊടുത്തിട്ടില്ല. ഇനിയുള്ള പ്രാകരുത്.
തോമാച്ച, നിങ്ങളുടെ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രമല്ലല്ലോ, സഭയുടെയും കൂടെ പ്രശ്നമല്ലേ? നീയും വായിച്ചതല്ലേ തിരുമേനി കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ കുറിച്ചത്, ലവ് ജിഹാദിനെ കുറിച്ച്? അതുകൊണ്ട് ആനിയോട് പറഞ്ഞ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക. സഭയ്ക്കും കുടുംബത്തിനും അതാണ് നല്ലത്. അച്ചോ, പിന്നെ ഇലക്ഷന് പള്ളിയിൽ നിന്ന് കുത്താൻ പറയും പോലെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടാലേ അതനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം അച്ചോ, അവൻ സമ്മതിക്കുകയല്ല. തോമസേ, നീ സൂക്ഷിച്ചോ. നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ ഇടവകയെന്നോ ഒരു കുഞ്ഞു പോലും നിന്റെ മോടെ കല്യാണത്തിന് സഹകരിക്കുകയില്ല. ഇത് പീറ്ററാ പറയുന്നത്. മക്കളെ സ്നേഹിച്ചോ, അമിതമാകരുത്. പ്രത്യേകിച്ച് പെൺപിള്ളാരെ. കരയേണ്ടി വരും. അതാണ് ചരിത്രം. അമിതമായിട്ട് സ്നേഹിച്ച എന്നാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. എനിക്കൊരു വിശ്വാസവുമാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ ആ കല്യാണം നടത്തുക തന്നെ ചെയ്യും. വാച്ചോ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ, വെറുതെ നമ്മുടെ സമയം കളഞ്ഞത് വെച്ചു. എന്താടാ മോള് ധൈര്യമായിട്ടിരിക്കുക. അഭിമാനത്തോടെ അച്ഛൻ ഈ കല്യാണം നടത്തുന്നത്. ആ അപർണ, പറയടി. നീ കരയാണ്ട് കാര്യം പറ. ആ ഞാൻ ദാ വരുന്നു. ദേ, രണ്ടിനോട് ഞാൻ 100 തവണ പറഞ്ഞതാ, സീരിയസ് ആണെങ്കിൽ സിനിമയ്ക്കോ ബീച്ചിലോ പോരുത്. ആരെങ്കിലും കാണൂന്ന്. തന്തപ്പടി കയ്യോടെ പിടിച്ചപ്പോ മതിയായല്ലോ. ശവത്തെ കുത്താതടി. ബ്രോ, എന്തേലും ഒരു ഐഡിയ പറ. ലിറ്ററലി ഇവളിപ്പോ വീട് തടങ്ങല്ല. ഇവളെ പിടിച്ച് കെട്ടിക്കാൻ ഇവളുടെ അപ്പന് പ്ലാൻ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ഏയ്, സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ഇവളെ പിടിച്ച് കെട്ടിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അത് വിട്. അപർണ, നിന്റെ റിലേറ്റീവ്സ് US-ലാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നിന്നെ അങ്ങോട്ടേക്ക് പയക്കാൻ പ്ലാൻ ഉണ്ടായിരിക്കും. അവിടെ വല്ല മുറച്ചക്കന്മാരും ഉണ്ടോ? ഉണ്ടോന്നോ? 2 തെണ്ടികൾ. ആ, എന്നാ സൂക്ഷിക്കണം. എന്തേലും ഒരു വഴി പറയടോ. രജിസ്റ്റർ മാരേജ് ഇവിടെ ചെയ്യരുത്. ഏതെങ്കിലും ദൂരെ ആരും ശ്രദ്ധിക്കാത്ത ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി നടത്തണം. അതാവുമ്പോൾ നോട്ടീസ് ബോർഡിലിട്ടാലും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ പരിധിയിലെ രജിസ്റ്റർ ഓഫീസ് നോട്ടീസ് ബോർഡിൽ നിന്ന് കീറിക്കളയാൻ നമുക്ക് ആളെ ഏർപ്പാടാക്കാം. ആ, അത് നല്ല ഐഡിയ. ഇവളെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ, എന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ എന്തോരം ഒരു സ്കൂൾ മാഷിനെ പോലെ ഷർട്ടങ്ങനുണ്ട്, ഒരു കണ്ണാടിനെ കൂടി കുറവുണ്ട്. പെട്ടെന്ന് എനിക്കറിയാം. ഞങ്ങളിവിടെ എങ്ങനെയുണ്ട്? കറക്റ്റായി. ഇവരിത് എവിടെ പോയി കിടക്കോ? താൻ അവരെ ഒന്ന് വിളിച്ചു നോക്കി. ഫോൺ കട്ട് ചെയ്യും. മച്ചാനെ, ഇവക്ക് ഒരേ നിർബന്ധം അമ്പലത്തിൽ പോയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതാ ലേറ്റായ. എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അതല്ല, എന്നെ രാജീവ് ഡ്രോപ്പ് ചെയ്യാന്നാ പറയണേ. ഓ, കെട്ടിയോൺ റെസ്പോൺസിബിലിറ്റി. ഏയ് അല്ലടോ, ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ഇവിടെ വീട്ടിലേക്ക്. അതുവരെ സംസാരിച്ചു പോവാലോ. വേറൊന്നും വിചാരിക്കല്ലേ. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? അല്ല, നമ്മൾ ചീരമല വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഇവിടെ കുറെ കാണാനുണ്ടെന്നേ. ശരി, ഓക്കെ, വാ പോ. അല്ലടേ, ചുമ്മാ അതെ, എങ്ങനെയാ നമ്മളെ പരിപാടി? രോഹിണി ഇന്റർനാഷണലിൽ ഞാൻ റൂം ഇട്ടിട്ടുണ്ട്.
ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നമ്മൾ ഐറ്റത്തിനെ പോയിക്കൊണ്ട് നേരെ ഹോട്ടലിൽ പോകും. പിന്നെ കമലു ഹോട്ടലിൽ കുറെ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കസ്റ്റഡിയിലുള്ള ഹോട്ടലല്ലേ. പിന്നെ വേറൊരു കേസ് 7:30 മണിക്കാണ് അവർക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്. നമുക്കൊരു 5:30 മണിക്ക് സാധനത്തിനെ പാക്ക് ചെയ്ത് വിടണം. എന്ന് വെച്ചാൽ ഇപ്പൊ 12 മണി, നാളെ മുറിച്ച് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്ക് 1 മണി. അപ്പൊ ഒരു 4 മണിക്കൂർ, 4 പേർ കൂടെ 4 മണിക്കൂർ, ഒരാൾക്ക് 1 മണിക്കൂർ. സമയം കുറഞ്ഞു ഡേ ഈ 1 മണിക്കൂറായെന്ന് എങ്ങനെ അറിയും? അല്ല കറക്റ്റ് സമയത്ത് അടുത്താക്ക് കയറാൻ പറ്റുമോ? എന്റെ പൊന്നെണ്ണ, സമയം നോക്കി ആളെ കയറ്റത് സിനിമ ഷോയാ. എല്ലാവരും അവിടെ കുളമാക്കി കൈ തരുവോടെ? വണ്ടി വന്നു, വണ്ടി വന്നു. ഹലോ, ജ്യോതിഷരത്നം ചേന്നമംഗലം ഹരികുമാർ. ഞാനായിരുന്നു വിളിച്ചത്. മാറിയിട്ടേ മാറി ഇങ്ങോട്ട് മാറി. ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നോളൂ. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. വേണ്ട. പരിചയപ്പെടുത്ത്. ഇത് മനോഹരാണ്, വക്കീലാണ്. ഈ അണ്ണൻ എന്നെല്ലാം റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നതാണ്. ഞങ്ങള് സെയിം ഏജാ. ഇതെന്റെ ഭാര്യ സുചിത്ര. ഹായ്. ഹായ്. ഇതെന്റെ മോള് കീർത്തി. ഹായ് മോളെ. ഹായ്. ഇതെന്റെ വൈഫ് ഭാര്യ പ്രിയങ്ക. പ്രിയങ്ക ഇരിക്കെ. ഹായ്. ഇത് അരവിന്ദൻ, എഡിറ്ററാണ്. ഓ ഹായ്. ചീഫാണ്. അതെയോ? സാധാരണ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതാണ്. ഇവരൊക്കെ നിർബന്ധിച്ചപ്പോ ഇങ്ങ് പോന്നു. ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. രേവതി, രേവതിയാണല്ലേ? അല്ല, എന്റെ പേര് ദീപ്തി എന്നാ. പേരല്ല ഞാൻ ചോദിച്ചത്, നാളാ ഉദ്ദേശിച്ചത്. വീട്ടിലാരെങ്കിലും രേവതി? വീട്ടിൽ ആലോചിച്ച് നോക്ക്, ഉണ്ടാവും. ഇല്ലല്ലോ. എന്നാലും എന്റെ മരിച്ചുപോയൊരു മുത്തശ്ശി രേവതിയായിരുന്നു. അത് പറ. ദീപ്തി റെസ്റ്റ് എടുക്കട്ടെ. അതെ അതെ അതെ, അതാണ് ശരി. എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, ആര് ഉദ്ഘാടനം ചെയ്യും? എന്തോന്നാ അതിനല്ല നടി വന്നേക്കുന്നത്? അത് ഇവിടുത്തെ നാട മുറിക്കുന്ന കാര്യം. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നാട കഴിച്ച് ആര് ഉദ്ഘാടനം ചെയ്യുന്ന. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അയ്യടാ, അത് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞ എങ്ങനെയാ? ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കയറാൻ പറ്റൂ? അതാരാൻ തീരുമാനിക്ക്. കബഡി തരട്ടെ? ഞാൻ നിങ്ങൾ എല്ലാത്തിനും കബഡി എടുത്തിട്ട് വന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടോസ് ഇട്ട് നോക്കിയാലോ? ആരെങ്കിലും കോയിന്തോ? അല്ല, ഇതിപ്പോ നമ്മള് 4 പേരില്ലേ? 2 പേരും കൂടെ ഒന്ന് വിളിച്ചെന്ത് ചെയ്യും? അത് നേരാണല്ലോ. 2 പേര് പിന്മാറണം, അല്ലാതെ ടോസ് ഇടൽ നടക്കില്ല. പക്ഷെ ആരാ അതാര് പിന്മാറും? ഞാൻ പിന്മാറാം. ഒരാളായി. അതൊക്കെ പക്ഷെ എനിക്ക് സമയം കൂടുതൽ വേണം. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാനും പിന്മാറാം. എനിക്ക് സമയം കൂട്ടി തരണം. നിങ്ങള് 2 ആകെയുള്ള 4 മണിക്കൂറാ. നമ്മൾ കേറുന്നതേ സൊറ പറയാനല്ല. എന്നാ അണ്ണൻ പിന്മാറ്. അത് നടക്കൂല. എന്റെ കെട്ടിടം ഉള്ളത് കൊണ്ടാ ഈ നാടകമൊക്കെ നടക്കുന്നത്. കെട്ടിടം ഉണ്ടായിട്ട് എന്ത് ചെയ്യാൻ? സാധനത്തിന് കൊണ്ടുവന്ന ഞാനല്ലേ. അത് നീ പറയും. ഞാൻ മാറാം. മതിയോ? ടോസ് ഇടാലോ? ഇതെന്താ ടോസ് ഒക്കെ ഇട്ട് കളിക്കണേ? അയ്യോ അല്ല, കളി അയ്യോ IPL ആര് ജയിക്കുന്ന ടോസ് ഇട്ട് നോക്കരുത്. എന്റെ പൊന്നെ, അത് ആരെങ്കിലും ജയിക്കട്ടെ. വാ, ഉദ്ഘാടനത്തിന് സമയമായി, അങ്ങോട്ട് വാ. നീ ചെല്ല്, ഞങ്ങള് വന്നോളാം. എന്താ വരുന്നില്ലേ? വരാൻ സുചി. തലയല്ലേ? തന്റെ തലയിപ്പ് പോയേനെ. മൊത്തം പൊളഞ്ഞാനേ ഇപ്പൊ. വാങ്ങാട്ടെ. കാശ്മീര. ഓ അതെ, എല്ലാരും കൂടി ഇങ്ങനെ തിക്കി വരണ്ട. അതൊക്കെ ദീപ്തിക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ കത്തിക്കാം.
ശ്രദ്ധിച്ചോ. അങ്ങനെ ഇനി ഞാൻ ഒരു ബാക്ക് ക്യാമറയിൽ ബാക്ക് ചെയ്യുന്നത് സമ്മതിക്കാം. ചേച്ചി ഈ കെട്ടിന് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചതേ ചേച്ചിയും കൂടെ തീരുമാനിച്ചിട്ടാണോ? ഏയ് മൂപ്പരുടെ ഐഡിയ. മൂപ്പരുടെ മാത്രം ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉടായ്പ എനിക്കും മണക്കുന്നുണ്ട്. നേരെ പിടിച്ചെടുക്കാതെ. അവള് വന്നപ്പോ തൊട്ടേ എല്ലാത്തിന്റെ വെപ്രാളം ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അതെ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഘവാൽച്ചനും പറയണം. ചേച്ചി ചേച്ചി എന്റെ കൂടെ നിൽക്കാവോ? ഇത് ഞാൻ പൊളിച്ച് കൈ തരാം. വാ കമലു, വണ്ടി റെഡി അല്ലേ? ദീപ്തിയെ ഞങ്ങൾ കൊണ്ടാക്കാം. നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദീപ്തിയെ പോലെ ഒരു സെലിബ്രിറ്റി ഒക്കെ വരുമ്പോ നന്നായി ട്രീറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ അല്ലേ പ്രിയങ്ക? അപ്പൊ ശരി, പോയിട്ട് വരാം കേട്ടോ. വാ നമുക്ക് പോവാം. വാ. ഇത് കൊണ്ടുപോകണം. കഷ്ടം. തേനല്ലടേ. അരവിന്ദ, നീ വിഷമിക്കണ്ട. ഹോട്ടലിലാക്കിയിട്ട് അവരങ്ങ് പോക്കോളൂ. പോവിലടേ. ബെസ്റ്റ്. മോൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടാ. ആഹാ, എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അഭിനയിച്ചോളൂ ആള്. നമുക്ക് നോക്കാലോ. ഈ അമ്മ ചുമ്മാ പറയുന്നതാണ് കേട്ടോ ചേച്ചി. മോൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നേ? ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ആദ്യം പഠിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ല, പ്രിയങ്ക എന്താ കുട്ടികളെ കൊണ്ടുവരാതിരുന്നേ? പ്രിയങ്കയ്ക്ക് കുട്ടികളില്ല, ട്രീറ്റ്മെന്റില്ല. ഐ എം സോറി കേട്ടോ. മണി ഇപ്പൊ തന്നെ 2:30. ഇനിയും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കാന്നല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. അവൾമാര് പോവാത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? കമലു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടോ. അരവിന്ദൻ പറഞ്ഞ കണക്കെ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. രാവുകാലം കഴിയാറായി. ഓ, ഇയാള് അണ്ണാ, ഒരു പണി പണിഞ്ഞു നോക്കാം. വാ, നിങ്ങളിതി വാ. ഇങ്ങടാ കിടക്ക്. കമലു, വർക്കൗട്ട് ആവുമോ? കമലേട്ടാ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. റെസ്റ്റോറന്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3 ബിരിയാണി വേണം. വേറെ എന്തെങ്കിലും? ബാക്കി കഴിച്ചിട്ട് മതി. പിന്നെ ദീപ്തിക്ക് ജ്യൂസ് മതിന്ന്. ആന്നേ. പിന്നില്ലേ, സുചിത്രേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനേ. അവരൊക്കെ വലിയ ഫാൻസാ ദീപ്തിയുടെ. പിന്നൊരു കാര്യം അറിയോ? ദീപ്തി ഇപ്പേ ഞങ്ങളുമായിട്ട് നല്ല കൂട്ട. കമലേട്ടാ, ദീപ്തിക്ക് ഒരേ നിർബന്ധം, ഞങ്ങൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന്. അതാ നല്ലത് അല്ലേ കമലു? പിന്നെ ആ ചേട്ടാ, ബിരിയാണിയുടെ കാര്യം മറക്കല്ലേ. അപ്പൊ ശരി, എല്ലാരും ഹാപ്പി അല്ലേ? പിന്നെ വക്കീലെ ഹാപ്പി അല്ലേ? സാറ്റിസ്ഫൈഡ്.
അതെ ഈ അടിയെങ്കിലും അടിച്ചാലോ? ആ ആടിയെങ്കിലും നടക്കട്ടെ. എന്തുവാടേ കമലു ഇത്? സീരിയൽ ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ നീ പോലീസിന്റെ പണിയും തുടങ്ങിയോ? സെറ്റിലോടുന്ന വണ്ടിയല്ലേ അണ്ണാ, അങ്ങനെ പലതും കാണും. നിങ്ങൾ വാ. ഓ നിർത്ത് 6 മണി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ആന ഇറങ്ങുന്ന വഴിയാണ്. താഴേക്ക് പോകണമെങ്കിൽ വന്ന വഴിയെ തിരിഞ്ഞ് ലെഫ്റ്റ് പോവാം. തിരിച്ചോ. ചേട്ടാ ചായ ഉണ്ടോ? അയ്യോ എല്ലാം കഴിയച്ചല്ലോ മോനെ. മോനെ അങ്ങോട്ട് വണ്ടി പോവില്ല. അമ്പലത്തിൽ ഉത്സവമാണ്, റോഡെല്ലാം ബ്ലോക്കാ. അയ്യോ പണിയായോ? നമുക്കൊന്ന് പോയി നോക്കാം. പോകത്തില്ല അവിടേക്കാകെ ബ്ലോക്കാണ്. ഉത്സവം എന്താ? നടക്കുകയാണ്. ചേട്ടാ ടൗണിലേക്ക് പോവാൻ ബ്ലോക്കാണ്, വണ്ടി പോവില്ല. താൻ ടെൻഷൻ ആവണ്ട. തൻ്റെ അച്ഛനെ വിളിച്ച് 2 വീലറുമായിട്ട് വരാൻ പറഞ്ഞാലോ? അയ്യോ ടൗണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും 1 മണിക്കൂർ എടുക്കും. മാത്രമല്ല അപർണയുടെ അച്ഛനായിട്ട് നല്ല പരിചയ അച്ഛന്. വിളിച്ചു വെച്ച അങ്കിളെല്ലാം അറിയും. പിന്നെ എല്ലാം പൊളിയും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? നോ ഐഡിയ. എന്തൊക്കെ ബഹളം വരുന്നു. നടിയെ കൊണ്ടുവരുന്നു, നാട മുറിക്കുന്നു, ഹോട്ടലിൽ കൊണ്ടുപോയി, എൻ്റെ പൈസയും പോയി. അണ്ണാ നിങ്ങൾക്ക് ആദ്യം കയറണ്ടേന്നാ? നിങ്ങൾക്ക് സമയം കൊള്ളണോ അല്ലേ? എന്തിന്? എൻ്റെ അണ്ണ നമ്മൾ 2 മാസം അടിക്കേണ്ട പൈസയാണ് അവൾ ഒറ്റയ്ക്ക് വെറുതെ നിന്നത്, അറിയോ? പുല്ല് അപ്പോഴേ പറഞ്ഞാ ഞാൻ കവടി നിർത്തി സമയം നോക്കിയിട്ട് അവളെ കൊണ്ടുവന്നാ മതി. പകുതി കാശെങ്കിലും റീഫണ്ട് ചെയ്ത് കിട്ടൂടെ? കിട്ടുമോ കമലു? നമുക്ക് ചോദിച്ചാലോ? റീഫണ്ട് തരാം. അവളെന്തോന്ന് ഇന്ത്യൻ റെയിൽവേ അണ്ണാ? ഈ ലോകത്ത് അവള് മാത്രമല്ല പെണ്ണായിട്ടുള്ളത്. ഇതിനെക്കാട്ടി കിട്ടില്ല സാധനത്തിന് ഞാൻ ഇറക്കും. ഇന്നത്തെ വെസ്പിന് നാളെ ബിരിയാണി കിട്ടിയിട്ട് എന്താ കാര്യം? അത് ശരിയാ. ഇപ്പോഴും അവിടെ മണം കയ്യിന്ന് പോകുന്നില്ലടേ. അണ്ണാ സത്യം, അവളുടെ കണ്ണില് ആ നോട്ടം. അയ്യോ നേരാ. കമലുടെ നീ വിചാരിച്ച ഇന്ന് രാത്രി തന്നെ ഒരു ഐറ്റത്തെ ഇറക്കാൻ പറ്റൂലേ? കാശ് എത്ര മണി കൊടുക്കാടാ? ഞാൻ എന്താടാ മാമ? കൂട്ടുകാരാണ്ട് ഞാൻ ഒരെണ്ണം സാധനത്തിന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം എന്നെ മാമാ പണിക്ക് വിളിക്കുന്ന. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, മനസ്സിലായ? അടിച്ച കവാലം നീരായി കളയും കേട്ടാ. കമലു പോലടാ. ഇയാൾക്ക് എന്തോ വേറെ പണി. ഞാൻ വെറുതെ എന്തോന്ന് വെറുതെ? തീപ്പെട്ടി ഉണ്ടാടേ? ഇല്ല, അടുക്കള ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ആ വേണ്ട, നീ വെക്കോ, ഞാൻ എടുത്തോളൂ. ഹലോ ഹലോ അച്ഛാ കേൾക്കാമോ? ഇവിടെ കുറച്ച് റേഞ്ച് കുറവാ, അതാ. ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു നാളെ പോയാൽ മതിയെന്ന്. ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. ആ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ആ എന്നാ ശരി അച്ഛാ. ചേച്ചിയോടൊന്ന് പറഞ്ഞേക്ക്, ഞാൻ വിളിക്കാം അച്ഛാ. തീപ്പെട്ടി കിട്ടിയോ സാറേ? സാറേ സാറിന് ഇതെന്ത് പറ്റി? ഒരു മയത്തിലടിക്കടാ.
ഈ കമലാസനയുടെ പ്ലാൻ ഒന്നും ഇതുവരെ പാള് കിട്ടില്ല. അതെന്താടെ ഇവനെ ഒരുമാതിരി നീ ഇതുവരെ കളഞ്ഞില്ലേ? കൈയും കെടുത്ത് അണ്ണൻ ഈ മണവും കഴുകി കളഞ്ഞത്. എന്താടാ ഇവിടെ ഓരോരുത്തമ്മയുടെ ചിരിയും. വാ ഡോ ഞാൻ കരുതി താൻ ഇത്രയും കൂടെ ബോൾഡ് ആണെന്ന്. അതല്ലടോ, ഞാനിപ്പോൾ തൻ്റെ കൂടെ ഇവിടുന്ന് തങ്ങിയെന്ന് പറഞ്ഞാലും അച്ഛനൊന്നും പറയില്ല. കാരണം അച്ഛന് ഞങ്ങളെ എത്ര വിശ്വാസമാണ്. ആ അച്ഛനോട് കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ താനൊരു കാര്യം ചെയ്തേ, ആ ഫോൺ എടുത്തിട്ട് അച്ഛനെ ഒന്ന് വിളിച്ചേ. എന്തിന്? എന്നിട്ടുണ്ടായ കാര്യങ്ങൾ വള്ളി പൊള്ളി വിടാതെ അച്ഛനോട് പറ. അയ്യോ, അച്ഛൻ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന കൂട്ടത്തിലാണ്. അത് പിന്നെ അപർണയ്ക്കും പ്രോബ്ലം ആവും. ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സംഭവം കേസ് കേട്ടാണ്. നമ്മളന്ന് ആഞ്ഞു പിടിച്ച പരിപാടി കിടക്കും. ചുമ്മാരിയാണ് കണ്ടറിഞ്ഞൂട്. അത് പ്രേമം ചുറ്റുക്കളെ എന്തൊക്കെയാണ് നിങ്ങൾ ചുമ്മാരി. തേങ്ങയാണ്. അവളുടെ അച്ഛനെ വിളിച്ച് കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് ഫോണിൽ കള്ളം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടാണ്. എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും പെണ്ണ് നല്ല പച്ച പരുവ. ചെക്കൻ്റെ ഒരു യോഗം, അല്ലാതെന്താ? അണ്ണാ, ഇപ്പോഴത്തെ പിള്ളേരുടെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. നിങ്ങൾ ഗോയോ റൂംസ് എന്ന് കേട്ടിട്ടുണ്ടോ? മൊബൈൽ എടുത്തിട്ട് കുത്തി കഴിഞ്ഞാൽ സ്പോട്ടിലെ റൂം റെഡിയാണ്. 1 മണിക്കൂറാ 2 മണിക്കൂറാ എന്തരാണേലും യുവന്മാര് കിടന്നെങ്കിൽ മതിക്കുവാണ്. ശരിയാ, കേറുക പരിപാടി പോവാ. നിങ്ങളൊക്കെ 2 അടിച്ചേരി, ഞാനിത് ഇപ്പൊ വരാം. നിങ്ങളവിടെ പോണ ഒരു കേസ് വാദിക്കുന്നതിന് മുമ്പ് ആ കേസിനെ കുറിച്ച് നല്ലവണ്ണം പഠിച്ചിരിക്കണം. ഈ കേസ് ഞാൻ പഠിക്കട്ടെ, ഇപ്പൊ വരാം. അണ്ണം പടി. അണ്ണൻ ഫുൾ ഫോമിലാണ്. ആ സാറോ? ഇത് ഒരുപാടായിട്ടുണ്ടല്ലോടാ. ഇന്ന് ഗസ്റ്റ് ഉണ്ട് സാറേ, അവർക്കുള്ളതാ. ഫാമിലിയാ? അല്ല, കോളേജിൽ നിന്നുള്ള 2 പിള്ളേരാ. ആ ശരി. അൺമാരീഡ് കപ്പിൾസിന് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട്? കൊടുക്കാറൊന്നുമില്ല. ഇത് പിന്നെ പിള്ളേർ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ അങ്ങ് കൊടുത്തു. എത്ര പോന്നു? ഓ 500. കള്ള പെടുവാ. ഇതിപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ തൊട്ടടുത്തുള്ള റിസോർട്ടിൽ പോയി റൂം എടുക്കും. അല്ലാതെ എന്തുവാ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. ഈ മലയിടുക്കിലാവുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിയാതെ എന്ത് തോന്നിയവാസവും നടക്കുമല്ലോ. ഛേ, അങ്ങനെ പറയാതടാ, അവര് പാവം പിള്ളേരായിരിക്കും. ഉവ്വ സാറിനറിയാമോ, ഇവിടെ ഒരുത്തം വരാറുണ്ട്. അവൻ ഇവിടെ വരുമ്പോൾ ഓരോ തവണയും ഓരോ പെണ്ണുങ്ങളാ. ആ അതുകളാ. പിന്നെ ഞാൻ വന്നതേ, നിനക്ക് ഇന്നൊന്ന് കൊല്ലത്ത് പോകാൻ പറ്റുമോ? എൻ്റെ ക്ലയൻറ്റ് കുറച്ച് പൈസ തരാനുണ്ട്. അത് നാളെ കോടതി കെട്ടണം. അയ്യോ, ഈ സമയത്ത് ഞാൻ എങ്ങനെ പോവാനാ? എൻ്റെ BM എടുത്തോടാ. പൊക്കോടാ. ഇതെവിടെ കിടക്കാം? കമലു, നീ പറഞ്ഞ നേരാ. അവള് സെറ്റപ്പാ. നമ്മുടെ അനൂപിനൊന്ന് ഇളക്കിയപ്പോ ഞാൻ അറിഞ്ഞതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ നീ ഒട്ടും വിശ്വസിക്കില്ല. ഈ പെണ്ണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. ഓ അത് ശരി. അപ്പൊ ഇത് രണ്ടിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ? തെറ്റി. അന്ന് ഇവളുടെ കൂടെ വന്നത് ഈ പയ്യനല്ല, വേറൊരുത്തനാ. പിന്നെ ആ പെണ്ണ കണ്ട പറയോണ്ണ സെറ്റപ്പാന്ന് ഇല്ലേ? അണ്ണ അത് ഭയങ്കര ട്വിസ്റ്റ് ആയി പോയോട്ടാ. കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റാഞ്ഞ ബിരിയാണി ഇപ്പൊ തിന്നാം. അതാണ് അണ്ണ. റിസ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യണ, നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാം. അണ്ണൻ പ്ലാൻ പറയണ. ഒന്നൊഴി. അണ്ണൻ ഒഴി. എന്താ ഇത്? സ്വാമി ശരണം. അതെ,
ഞാനൊരു കാര്യം ചോദിച്ചാ താൻ ദേഷ്യപ്പെടൂ? തന്നോട് ഞാൻ എങ്ങനെയാണോ ദേഷ്യപ്പെടുക? താൻ ചോദിക്കടോ. എന്റെ പടം വരയ്ക്കുന്നതിന് മുമ്പ് താൻ എന്നെ കണ്ടിട്ടേയില്ല? ഇതിനുള്ള ഉത്തരം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. അത് സത്യമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി സംശയിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് വല്ലതും പോയി കഴിച്ചാലോ? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കും വേണ്ട. എന്നാ പിന്നെ നമുക്ക് കിടക്കാം. നമുക്കോ? അയ്യടാ. അല്ല, അത് ഞാനത് ദേ ബാഗ് കത്രികരിപ്പുണ്ട്, സീവിടുവേ. അയ്യോ, അത്രയും പ്രോഗ്രസ് ഒന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. വല്ല ജ്യൂസോ കഷായോ സൈനൈഡോ ഒക്കെ മതിയെന്നേ. ജീനായ മർനായ ഉസ്കേ സിവാ ജാനാ കഹാ. ഇതാ റൂം ബോയ് ആയിരിക്കും. ഞാൻ ആക്ച്വലി ഫുഡ് പറഞ്ഞിരുന്നു. സ്വാമി ശരണം. ക്രൈം ബ്രാഞ്ച് സ്പെഷ്യൽ ടീമിൽ നിന്നാണ്. പുറത്തേക്ക് ഇറങ്ങണം, ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. പേരെന്താ? വിവേക്. കൊച്ചിൻ്റെയോ? ചാരുത. ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്യടോ. സർ, കപ്പിൾസ് അല്ലെന്നറിയാം, അതുകൊണ്ട് കള്ളം പറയാൻ നിൽക്കണ്ട. പേരൻസിന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം തരണം. സർ, ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ആണ്. എന്തോന്ന്? സാറേ ഒന്നുമില്ല സാറേ. ഇങ്ങോട്ടേക്ക്. സർ, ഇവരെ ഡീറ്റെയിൽസ് വാങ്ങണം. പേരൻസിനോട് എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറയണം. ശരി സാർ. മറ്റേ റിസോർട്ടിന്റെ കാര്യം എന്തായി? സാറേ, അവിടെ 3 കപ്പിളെന്ന് പറഞ്ഞു വന്നവരെ പിടിച്ചായിരുന്നു. ഇമ്മോർ ട്രാഫിക് ആയിട്ടോ വ്യഭിചാരം. അപ്പോൾ ജീപ്പ് മതിയാവില്ല, വാനും കൂടി വരാൻ പറയണം. ശരി സാറേ. അല്ല സാറേ, മെഡിക്കൽ എടുക്കണ്ടേ? ആ പിന്നെ വേണം, അതെന്തായാലും വേണം. ആ പിന്നെ ഒരു കാര്യം, ചാനലുകാർ വരുമ്പോ അവിടെ വെച്ച് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ 2 വണ്ടി കയറുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് എടുക്കണം. മനസ്സിലായോ? ഞങ്ങളങ്ങനെ എസ് പി ആണ്. ആ സാർ, 2 അറസ്റ്റ് ചെയ്തു. സത്യമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, അല്ലാതെ സാർ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ 2 അനിയ, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ, ഇവിടെ എന്താണെന്നറിയാമോ? കപ്പിൾസ് എന്ന് പറഞ്ഞ് റൂം എടുത്തിട്ട് മയക്കമരുന്ന്, കഞ്ചാവ് കച്ചവടം, MDMA, വ്യഭിചാരം, ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞ് എടാ നാട്ടുകാർ പരാതി സമരം ചെയ്ത് വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു ഇവിടെ. അങ്ങനെ ക്രൈം ബ്രാഞ്ചാണ് ഈ സാധനം ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SP സാറ് പറഞ്ഞിട്ട് മനസ്സിലായോ? പിന്നെ ചാനലുകാർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പേരെയും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. ഇങ്ങനെ ഭയങ്കര ഇടിക്കാരനാണ്. ഇടി വല്ലതും നിനക്ക് കിട്ടുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ നീ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറയണം. മോളെ, നീയും പറയണം കേട്ടാ. സാർ അങ്ങനെ പറയല്ലേ, അടുത്ത ആഴ്ച ചേച്ചിയുടെ മാരേജാ. ഇതൊക്കെ ചാനലുകാർ അറിഞ്ഞ ആ മാരേജ് മുടങ്ങും. മാത്രമല്ല അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാ. ഇതൊന്നും അച്ഛനെ കൊണ്ട് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എടാ, നിന്നൊരു കാര്യം പറയാം. നീയൊക്കെ ഇവിടെ റൂം എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു, മനസ്സിലായോ? FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്ലീസ് അങ്ങനെ പറയല്ലേ. മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കുന്നതിന് മുമ്പേ ചാനലുകാരത് ബ്രേക്ക് ന്യൂസ് ആക്കും. അത് നടന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. ഇത് ഭയങ്കര കഷ്ടമായല്ലേടേ. എടാ, ഇത് ഞാൻ വിചാരിച്ചാലും നടക്കൂലടേ. പുള്ളി ഭയങ്കര ചൂടനാണ്, അതാണ്. എടേ, സാറ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ സാറിന്റെ വേറൊരു സബോർഡിനേറ്റ്. മോളിലൊരു സാറിരിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കും, മനസ്സിലായോ? നീ എൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. വാ. ഞാനും കൂടി. അയ്യോ, മോള് വരണ്ട, മോള് ഇവിടെ നിന്നില്ലേ. നീ വാടാ. വാടാ ഇങ്ങോട്ട്. നിങ്ങൾ എങ്ങോട്ടേക്കാ? അല്ല, നമ്മുടെ അരവിന്ദ സാറിനെ ഒന്ന്. അതിന്റെ ആവശ്യമില്ല. അല്ല, അവര് തമ്മിൽ സംസാരിച്ചോണ്ട്, പിള്ളേരല്ലേ. വേഗം വന്നേക്കണം. സ്റ്റേഷനിൽ ഇപ്പൊ വാനെത്തും.
സാർ അല്ല കുഞ്ഞിവിടെ ഒറ്റയ്ക്കാണ്. സാറൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നടയുടെ ഡേ കമലാസൻ ആ ചെക്കനെ കൊണ്ട് വരുന്നുണ്ട്. നമ്മളെന്താ പറയണ്ട. സാർ ഇതാണ് താഴെ നിന്ന് അറസ്റ്റ് ചെയ്ത പയ്യൻ. സാർ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം അവരബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയതാ. സാറ് DYSP ഒന്ന് വിളിച്ച് പറഞ്ഞാല് അങ്ങനെ അതൊന്നും പറ്റില്ലടോ. ചാനലുകാരൊക്കെ ഇപ്പൊ എത്തും അല്ലേടോ? അതെ സർ പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. താൻ എന്തോടെ കാണിക്കുന്നത്? വിളിച്ചോണ്ട് പോടോ. സർ പ്ലീസ് സർ. നിന്നെ എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ കാണുന്നത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് കയറി നിൽക്കി. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഒന്നോട്ട് അങ്ങോട്ട് കയറി ചോദിക്കട്ടെ. അതല്ലാണ് നിൽക്കി. ഹലോ, ആ നിങ്ങൾ എത്ര ചാനലുകാരുണ്ട്? 3 2-3 കേസുകളുണ്ട്. പക്ഷെ വാനിൽ കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ഷൂട്ട് ചെയ്തോണോ? ഇല്ല, മുഖം മറക്കില്ല. പേരോ? പയ്യന്റെ പേര് വിവേക്, കൊച്ചിന്റെ പേര് ചാരുത. അച്ഛന്റെ പേരോ? മോളെ, അച്ഛന്റെ പേരെന്താ? സർ പ്ലീസ് സർ. പേര് പറയടി. തോമസ്. അച്ഛന്റെ പേര് തോമസ്. ആ, ഇങ്ങോട്ട് പോന്നോളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പൊ തരാം. ആ അവിടുത്തെ സെറ്റ് നടക്കട്ടെ, പരിപാടി തുടങ്ങിക്കോ. ഓക്കെ. ആണ് ഇവൻ ചുമ്മാരിടാ. സർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. അയ്യോ, അതെനിക്കറിയാം. ഈ നാട്ടുകാര് പലവട്ടം പരാതിപ്പെടുമ്പോ നമ്മൾ പാവം പോലീസുകാർ എന്താ ചെയ്യാ? മോളൊന്ന് ആലോചിച്ച് നോക്കിയാ. പക്ഷേ കൊച്ചിന്റെ ചേച്ചിയുടെ കല്യാണം പറഞ്ഞു, പിന്നെ കൊച്ചിന്റെ ആ പയ്യന്റെ ഭാവി തകരല്ലോ എന്ന് ആലോചിക്കുമ്പോ അതാലോചിച്ചിട്ടൊരു വിഷമം. എന്താ ചെയ്യപ്പം? ആ, ഒരു കാര്യം ചെയ്യാം, കേസ് ഞാൻ ഒതുക്കി തരാം. പക്ഷേ മോള് വിചാരിക്കണം, സാർ എന്തായി സാർ? സംസാരിച്ചോ? ഒരു പൂവിൻ്റെ വേദന, പൂവിൻ്റെ വേദന.
നമ്മുടെ കാര്യം നിനക്ക് തന്നെ വന്നേക്കാം. ഇതുപോലെ വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ നമ്മളെ അറിയിക്കണേ. അണ്ണ ലാസ്റ്റ് ലാസ്റ്റ് എന്തോടെ ഹലോ ലാസ്റ്റ് പോയോ? ഹലോ ഞാൻ പോകാം. ഞാൻ പോകണം. എന്താടാ ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ? ജിമ്മിലൊക്കെ പോയിട്ട് ഇത്രേ ഉള്ളാടേ. ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് അവന് വർക്കൗട്ട് ആയാലും തോന്നുന്നു കേട്ടാ. ഒരെണ്ണം വഴിയണ്ണ, നിങ്ങളിങ്ങനെ അടിക്കാതിരിക്കല്ലേ. ഞാൻ പോണം. വന്നോർണ അടിച്ചിട്ട് പോടാ.
തുടിപ്പുകൾ ശോണരേഖയായി മാറുമ്പോൾ നിന്റെ കൺപീലിയിൽ നിന്നടരാതെ ഒരു പാവം കണ്ണുനീർ വിറങ്ങലിപ്പൂ. എത്ര നേരമായി നിന്റെ ഫോണിൽ ട്രൈ ചെയ്യുന്നടാ? നിന്നെ എന്താ ഫോണിൽ കിട്ടാത്തത്? ചാർജ് തീർന്നു, ഓഫായി പോയി. മക്കളെന്തെങ്കിലും കഴിച്ചോ? അച്ഛൻ ഭക്ഷണം എടുക്കാം. വേണ്ട, വിശപ്പില്ല. ആ സാർ എത്തിയോ? എടി നീ ഈ ഡിസൈൻ ഒന്ന് നോക്കി. ഇവൾക്കിതെന്ത് പറ്റി? ആ എടാ നീ അറിഞ്ഞോ? സംഗീത കോളേജിൽ ഏതോ ഒരു കുട്ടി കയറി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നു. പേപ്പറിലൊക്കെ വാർത്തയുണ്ടല്ലോ, നീ അറിഞ്ഞില്ലേ? ചാരു എന്നാ കുട്ടിയുടെ പേര്, ചാരുദ തോമസ്. എവിടെ പോണു? ഇത് കൊള്ളാലോ അല്ലേ? ബോർഡർ കറക്റ്റ് ആക്കിയിട്. എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്, നല്ല കളറാ. ലെങ്ത് കറക്റ്റ് ആയിരിക്കും. ഇത് എന്നെക്കാളും ചോരുന്ന ചാരുമോൾക്കായിരിക്കും. ആ, അത് ചോദിച്ചോട്ടെ? ശരിയായിരിക്കും. ചാരു, ഇത് നിനക്ക് സൂപ്പർ ആയിരിക്കും. ഇതെങ്ങനെയുണ്ട്? എടുക്കട്ടെ? എവളോട് ചോദിച്ചാ ആ ബ്ലൂ ഒന്ന് എടുക്കോ? ഇതോ? ഇതെങ്ങനെയാ പ്രൈസ്? കോസ്റ്റ്ലി ആണോ? ഇല്ല മാഡം, ഇത് മീഡിയം റേഞ്ചാ. നീ നേരത്തെ കൊള്ളാല്ലേ? ഇട്ടതിലും നല്ലത് ബ്ലൂ തന്നെയാ കേട്ടോ. അവനും ഇതേ കളർ തന്നെയാ ഇഷ്ടം. ചാരു, ഇതെങ്ങനെയുണ്ട്? ചേച്ചി, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. വേഗം എത്തണേ. എങ്ങനെയുണ്ട്? കൊള്ളാം. വീട്ടിൽ പോയപ്പോഴാ താൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. താൻ എപ്പോഴും ചോദിക്കാറില്ലേ വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന്? ഞാനൊരു സത്യം പറയട്ടെ, കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ സ്വപ്നത്തിൽ. എനിക്ക് നേടണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ഡ്രീമേ ഉള്ളൂ, അത് താനാ. തൻ്റെ ചിരിയാ. ചാരുവിനെ എനിക്ക് വേണം. തൻ്റെ പഴയ ചിരി എനിക്ക് വേണോടോ.
എടാ വിവേകടാ അളിയെ നീ വീടിൽ നിന്ന് കൊണ്ടുപോയിക്കടാ. എന്താടാ എവിടെ എടാ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? എന്താ സംഭവം? എടാ പൊന്മുടിയിൽ വെച്ചിട്ട് കുറെ സദാരത്തേണ്ടി കളിയൊന്നൊരു പെണ്ണും ചെറുക്കനോട് വളഞ്ഞു വെച്ചതാ. അമ്പോ ചിക്കൻ പൊളിയാണല്ലോടാ. കുടുക്കട ഒരെണ്ണം ഇവനാടാ ഹീറോ. പിന്നെ അല്ലാതെ എടി ആണായിട്ട് പറഞ്ഞവരാരെങ്കിലും സ്വന്തം പെണ്ണത്തോട് നോയിക്കൊണ്ടിരിക്കുവോ? ഇവനിതെങ്ങോട്ടാ? സർ അരവിന്ദ് ഐ ഹവ് സെൻഡ് യു സം കണ്ടന്റ് ത്രൂ യുവർ വാട്സ്ആപ്പ്. ആ അത് പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്യണം. ആ പോടെ സർ. ശരി.
ഫൈൻ ആർട്സ് കോളേജിൽ ആത്മഹത്യ ചെയ്ത വിവേക് വിശ്വനാഥിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. വിവേകിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഫൈൻ ആർട്സ് കോളേജിലെ 2ാം വർഷ ബിരുദ സാമ്പത്തികം കുഴപ്പമൊന്നുമല്ല. ഫൈൻ ആർട്സ് കോളേജിലെ എക്സിബിഷൻ ഹാളിൽ എനിക്ക് തോന്നണ ആ പയ്യൻ മരിച്ചത് അന്നത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. എന്തെന്നാണ്? പിന്നെ മരിച്ചത് നിന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ? പോകാൻ പറയടാ. ഉള്ളത് പറഞ്ഞ ആ സീരിയൽ നടിയായാൽ പോലും ഇത്ര ത്രില്ലുണ്ടാവില്ലായിരുന്നു. തന്നെ ഇതൊരുമാതിരി 4 സിംഹത്തിന്റെ ഇടയിൽപ്പെട്ട മാൻകുട്ടിയെ പോലെ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഈ ഏരിയയിലെ ടൂറിസം പുഷ്ടിപ്പെടൂലായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള മാൻപേടുകൾ എത്രയുണ്ട് ഇവിടെ റൂം എടുത്തേ. വാനം തൂവിയ നിറം കൊണ്ടെഴുതിയ കവിത നീ, ഏഴഴകിൻ വില്ലായി കുലച്ചോരുന്നം നീ, ഈ പ്രേമഭിക്ഷുവിൻ പാനപാത്രം നിറച്ചോരന്നം നീ, നീ ഞാനാകുന്നു, ഞാൻ നീ. മരണം ഒന്നിൻ്റെയും അവസാനമല്ല, ആരംഭമാണ്. എൻ്റെ മരണം നിന്നോട് സംസാരിക്കുന്നത് തോറ്റവൻ്റെ ഭാഷയിലല്ല. അണ്ണാ, നിങ്ങൾക്ക് ഈ സ്പിരിറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കത്ര നല്ല അഭിപ്രായമില്ല. ആണോ? പക്ഷേ അതിൽ നിന്നുണ്ടാക്കുന്ന മദ്യം ഉണ്ടല്ലോ, അത് സൂപ്പറാ. ശേ, ആത്മാവ്, ഞാൻ ആ സ്പിരിറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ആത്മാവിൽ എനിക്ക് വലിയ വിശ്വാസമാണ്. അരവിന്ദ, ഈ ജ്യോതിഷത്തിന്റെ പിതാവായ വരാഹമിഹിരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആത്മാവാണ് ഞാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സംശയം വന്നപ്പോൾ ഞാൻ കവടി നിർത്തി നോക്കി, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. വരാഹമിഹിരന്റെ ആത്മാവ് തന്നെയാ ഞാൻ. ചുമ്മാതല്ല കമല് നിങ്ങളെ കിഴങ്ങാന്ന് വിളിക്കണത്. കിഴങ്ങൻ അവന്റെ തന്തം. ഞാൻ തന്തയ്ക്ക് വിളിച്ചാരി അവൻ അറിയണ്ട. ഞാൻ പറയും. ഓ, രാവിലെ എന്നെ പറ്റിയോ?
എന്താ അത്? പെരുവഴി അമ്പലം, റൂം നമ്പർ 212, നവംബർ 18, വെള്ളിയാഴ്ച. വക്കീലിന് കാര്യം പിടികിട്ടിയോ? ആ പെണ്ണും ചെറുക്കനും ഇവിടെ വന്നെടുത്ത റൂമിന്റെ നമ്പറാണ് 212. ഇതിലെ തീയതി അവരോട് വന്ന ദിവസം. ഈ റിസോർട്ടിന്റെ പേരെന്താ? ഹോസ്പിസ് എന്ന് വെച്ച പെരുവഴി അമ്പലം. ആ സംഭവം നമ്മളെ കൂടാതെ വേറെ ആർക്കും അറിയാവുന്നേ? ആ ചെറുക്കനാണെങ്കിൽ ചത്തും പോയി. പിന്നുള്ളത് ആ പെൺകൊച്ച. അവക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ലെണ്ണ. അതുമല്ല, നമ്മൾ ആ റൂമിൽ കയറി ആരും കണ്ടിട്ടുമില്ല, അതുറപ്പാ. ഇനി ആ ചെറുക്കന്റെ പ്രേതം വല്ലതും ആണോ? ഒന്ന് ചുമ്മാ ഇരണ. എന്നാ പിന്നെ ആരായിരിക്കുന്നേ? ഞാനേ ഒന്ന് താഴെ വരെ പോവാണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്താ എന്തേലും വേണോ? അന്ന് രാത്രി നീ കാറ് കൊണ്ടുപോയിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? കാറോ? ഓ അന്ന് അത് ഞാൻ വെളുപ്പിനെ വന്നല്ലോ. സാറ് നല്ല ഫിറ്റായിരുന്നു, അതാ ഓർമ്മയില്ലാത്തത്. ഇതാരാ എഴുതിയേ? ഇത് ഞാൻ എഴുതിയതല്ല. ഞാനല്ലെന്നേ. അവനൊന്നും അല്ല. നമ്മുടെ പിന്നിൽ വേറെ ആരും ഉണ്ട്. നിങ്ങൾ വെറുതെ ഞാൻ കൊണ്ടാക്കണോ? വേണ്ട, ഞാൻ പൊക്കോളാം. ഗുഡ് നൈറ്റ്. ഹലോ. ഗുഡ് മോർണിംഗ്. ഒരു പെണ്ണിന്റെ മാനത്തിന്റെ വില എന്താണെന്ന് ഈ നിമിഷം മുതൽ നീ അറിഞ്ഞു തുടങ്ങും. ബെസ്റ്റ് വിഷസ്. സെക്ഷൻ 294/509. 3 മാസം വരെ അകത്ത് കിടക്കാനുള്ള ഒഫൻസാ ഇത്. കോളേജ് ക്യാമ്പസിൻ്റെ മുമ്പിലാവുമ്പോൾ സംഗതി ഇത്തിരി കിടക്കും, പക്ഷേ പ്രശ്നമൊന്നുമല്ല. പിന്നെ കോടതി പോകുന്ന വഴിക്ക് ഞാൻ അവനോട് സംസാരിച്ചു. അരവിന്ദൻ അവനെ വഴി വിട്ടതിന് ശേഷം അവൻ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആരോ അവനെ തട്ടിക്കൊണ്ടുപോയി. അവന് ബോധം വരുമ്പോൾ റോട്ടിലാണ് കിടക്കുന്നതെന്ന്. വക്കീലെ, ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ പുറകെ ആരോ ഉണ്ട്. ജോൾസിനെ തട്ടിക്കൊണ്ടുപോയതും എൻ്റെ കാറിൽ ആ പേപ്പർ കൊണ്ട് വെച്ചതും ഒരാളാണ്, എനിക്ക് ഉറപ്പാണ്. ഏത് നേരത്താണ് എന്താ കൊച്ചിനെ അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അല്ല വക്കീലേ, ഈ ആ ഫോൺ കോൾ വന്ന നമ്പർ ട്രേസ് ചെയ്താൽ അവനെ പിടിക്കാൻ പറ്റുമോ? അതിന് ഫോൺ പോലീസിന്റെ കയ്യിലല്ലേ.
അരവിന്ദൻ പറയുന്നത് പോലെ നമ്മൾ 3 പേരും സൂക്ഷിക്കണം. ചാരുമോള് വരുന്നുണ്ടല്ലോ. എന്താ രണ്ടുപേരും പ്രണയസല്ലാപത്തിലാണോ? ഞാൻ കട്ടൂർമ്പായോ? ആ കഞ്ഞിങ്ങ തന്നെ, വെറുതെ അച്ഛനെയും കൂടി കരയിക്കാനായിട്ട്. ഇങ്ങനെ കിടന്നാ മതിയോ? വേഗം എണീക്കണ്ടേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അണ്ണാ 1-2 വർഷത്തെ അല്ലേ, 7 വർഷത്തെ ആശുപത്രി, പൂജ, കാത്തിരിപ്പ്. അണ്ണാ എൻ്റെ പെണ്ണുപിള്ളയുടെ മുഖത്ത് സന്തോഷം ഒന്ന് കാണണം. അരവിന്ദ, എടാ അച്ഛനാകുക എന്ന് പറയുന്ന എൻ്റെ ഒരു ഫീലുണ്ടല്ലോ. അതെങ്ങനെയാടാ? ചില നല്ല കാര്യങ്ങൾ നടക്കാൻ സമയമെടുക്കും. അതെ അണ്ണാ, നമ്മൾ മനസ്സറിഞ്ഞ് ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. എവിടുന്ന്? പിന്നെ എന്നാലും നമ്മുടെ ജോത്സ്യനും കൂടി വേണമായിരുന്നല്ലേ? ജോത്സ്യനുള്ള പാട്ട് ഞാൻ വേറെ നടത്തും. എന്താ സംശയമുണ്ടോ? ഇത് കമലഹാസന്റെ ദിവസോ? നിങ്ങൾ അടി. ഇവന് ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് കമലാസന. അച്ഛനാകുന്ന സന്തോഷം ആഘോഷിച്ചു കഴിഞ്ഞു നീ. എന്നാ പിന്നെ ഈ വീഡിയോ കൂടി കണ്ടു നോക്ക്. അപ്പോ ഇരട്ടി സന്തോഷാവും. കുട്ടികളുണ്ടാവാൻ വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേക പൂജ നടത്താൻ പോകുന്നു എന്ന് മാത്രമേ പൊട്ടനായ നിനക്കറിയൂ. ഒരു പാവം പെൺകുട്ടിയെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുമ്പോ നീ വിചാരിച്ചിരുന്നോ നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂന്ന്? എനിവേ, വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. നേരത്തെ വരാന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛനാകുമ്പോണ സന്തോഷത്തിലായതുകൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ എടുക്കണോ കിണത്തിൽ മതിയോ? ഇന്നിപ്പോ ഷുഗർ ഒന്നും നോക്കണ്ടെന്നേ. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഞാൻ വരാം.
ഞാൻ കുളിച്ചിട്ട് വരട്ടെ. അണ്ണ അകത്തേക്ക് കയറണ. ഇല്ലടാ, കയറുന്നില്ല. ഇന്ന് ഉച്ചയ്ക്കാ ജാമ്യം കിട്ടിയത്. ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പലരെയും വിളിച്ച്, ആരും അടുപ്പിക്കുന്നില്ല. ചെയ്ത കുറ്റത്തിന് കിട്ടിയതൊന്നും പോരാ എന്നായിരിക്കും ദൈവനിശ്ചയം. ജ്യോതിശാലത്തിൻ്റെയാ. എന്താണ്? എനിക്കിനി ഇതുകൊണ്ടൊരു ഗുണവുമില്ല. പരിചയമുള്ള ബ്രോക്കർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വിറ്റ് തരണം. പിന്നെ ഇപ്പോഴത്തെ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടില്ല. പുതിയ നമ്പർ കിട്ടുമ്പോൾ ഞാൻ നിലവിളിച്ചോളാം. പോട്ടേടാ. കഥയും കവിതയും നോവലുമെല്ലാം ജീവിതത്തെ ആവിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല സാഹിത്യം മാർക്കണ്ഡേയനെ പോലെയാണ്. അത് ചിരഞ്ജീവിയാണ്. ഒരു മരണത്തിനും അതിനെ മായ്ക്കാനാവില്ല, മറയ്ക്കാനാവില്ല. ഇന്നിവിടെ പ്രകാശിതമാവുന്ന വിവേക് വിശ്വനാഥിൻ്റെ തൂവാനം എന്ന കവിതാ സമാഹാരം ഗംഭീരമായ ഒരാത്മാവിഷ്കാരമായി ഞാൻ വിലയിരുത്തുന്നു. പ്രാവിനെ പോലെ നനുത്ത ഒരു പ്രണയലോകം ഈ കവിതകളിൽ അടയിരിക്കുന്നു. വിവേകിന്റെ ബന്ധുജനങ്ങളും മിത്രാദികളും കൂടിയിരിക്കുന്ന ഈ സദസ്സിൽ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ കവിതയായ തൂവാനം എന്ന കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു. വാനം തൂവിയ നിറം കൊണ്ടെഴുതിയ കവിത നീ, ഏഴഴകിൻ വില്ലാൽ കുലച്ചോരുന്നം നീ, ഈ പ്രേമഭിക്ഷുവിൻ ദാനപാത്രം നിറച്ചോരന്നം നീ. നീ ഞാനാകുന്നു, ഞാൻ നീയും. എന്റെ ചിത്രം വരച്ചത് നീയാണെന്ന് എനിക്കറിയാം, നിന്റേത് ഞാനുമെന്ന്. എന്നാൽ നമ്മുടെ ചിത്രം ആരാണ് വരയുക? സന്തോഷപൂർവ്വം പ്രകാശിപ്പിക്കട്ടെ തൂവാനം. Excuse me. May I come in? Yes, please. സർ, എൻ്റെ പേര് ട്രീസ എന്നാണ്. ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. ആ, പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. എന്താണ്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് പുറത്തു പോയി ഒരു ചായ കുടിച്ച് സംസാരിക്കാൻ പറ്റുമോ? വൈ നോട്ട്? താങ്ക് യു സർ. മോളോ, നിന്റെ ഫോൺ കളി ഇത്തിരി കൂടുന്നുണ്ടേ. ഒരു 10 മിനിറ്റ് അച്ഛാ. ശരി. അച്ഛനല്ലേ മോള്, ഫോൺ എങ്ങനെ മാറ്റി വെക്കാനാ? കോഫി എടുക്കട്ടെ? വേണ്ട, ഇനി ഡിന്നർ കഴിക്കാം. നീ കഴിച്ചോ? ഇല്ലില്ല, നമുക്കൊരുമിച്ച് കഴിക്കാം. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാട്ടാ. തൻ്റെ മുഖമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. ഡേ, ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതിനെന്താ, ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ? മുത്തയെ ഒന്ന് കാണാനാ. അങ്ങനെ ഇപ്പൊ കാണണ്ട, നേരിട്ട് വരുമ്പോ കാണാലോ.
കേട്ടോ? ഇപ്പൊ വരട്ടെ അങ്ങോട്ട്. ഹലോ. അമ്മ നോക്കൂ. ഹലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. വക്കീലേ, ഒരു കേസിന്റെ കാര്യം പറയാനാ വിളിച്ചേ. ഓഫീസിലോട്ട് വരൂ, അവിടുന്ന് സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ കേസിന്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വിളിക്കാമോ? ഓക്കെ. ആരുടെ നീ? അറിയില്ലേ, ട്രീസ. എന്താ നിന്റെ ഉദ്ദേശം? ബ്ലാക്ക് മെയിൽ ആണോ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? യെസ്, ഐ നോ. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത, നാളെ എന്തെങ്കിലുമൊക്കെ ആയി തീരേണ്ടിയിരുന്ന ഒരു പയ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരു ക്രിമിനൽ ലോയർ. അല്ല, ക്രിമിനൽ. നിനക്കെന്താ വേണ്ടത്? എന്ത് വേണമെങ്കിൽ തരാം, ചോദിക്കേ. നിന്റെ പൈസയൊന്നും എനിക്ക് വേണ്ട. പിന്നെന്താ വേണ്ടത്? കുംഭസാരം. അന്ന് രാത്രി റിസോർട്ടിലുണ്ടായ സംഭവങ്ങൾ നീ നിന്റെ ഭാര്യയോടും മകളോടും ഏറ്റുപറയണം. ദ ഹോളി കൺഫെഷൻ. നിങ്ങൾ എന്തായി പറയുന്നേ? ഞാനെങ്ങനെയാ അത്? ഇല്ലെങ്കിലേ ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരോടൊപ്പം അവരും അറിഞ്ഞോളൂ. നീ തീരുമാനിക്കും. നീ എന്താ കട്ട് ചെയ്തത്? നീ അവരോട് പറയുന്നത് എനിക്ക് കേൾക്കണം. നീ എങ്ങാനും ഫോൺ കട്ട് ചെയ്താ നിന്റെ ലീലാവിലാസങ്ങൾ കാറ്റത്ത് പറന്ന് നടക്കുമോനെ. അതെടുത്തോ. അയ്യോ, ഇത് കണ്ട, ശ്രദ്ധിച്ചൂടെ ഇതൊക്കെ? ഞാൻ ഇട്ടോളാം. അതങ്ങോട്ട് വെച്ചേക്ക്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഉദ്ഘാടനത്തിന് ദീപ്തി വന്ന ദിവസം ഞങ്ങൾ നാലുപേരും കൂടെ റിസോർട്ടിൽ റൂമെടുത്തു. അന്നൊരു ചെറുക്കനും പെൺകുട്ടിയും അവിടെ വന്നു. മദ്യപിച്ച് ലക്ക് കിട്ട സമയത്ത്
സംഭവിച്ചു പോയതാ മോളെ. മോളെ ഞാൻ സുചിത്രേ, ഞാൻ പറയട്ടെ സുചിത്രേ, മോളെ അച്ഛനൊരു അബദ്ധം പറ്റി. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ തന്നെയാണ്. യു നോ വൈ? നിങ്ങളുടെ മകളായി ജനിച്ചതിന്. മോളെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊരു അബദ്ധം പറ്റിയാന്ന്. സുചിത്രേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സുചിത്രേ മോളെ. അണ്ണാ നിങ്ങളടിച്ച് തീർത്ത്. എങ്ങനെയുണ്ടോ ലീഡിംഗ് ലോയർ മനോഹരന്റെ പാലസ്? അടിപൊളിയല്ലേ? പോയടാ, എല്ലാം പോയി. സുചിത്രയും മോളും എല്ലാം പോയടാ, എല്ലാം പോയി. പക്ഷെ എനിക്കതിൽ വിഷമമില്ല. ബിക്കോസ് ഐ ഡിസേർവ് ദിസ്. ആ പെണ്ണിനോടും ചെറുക്കനോടും ചെയ്തതിൻ്റെ ശിക്ഷ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. എന്താ വക്കീലേ, നിങ്ങൾ കാര്യം പറ. അറിയുന്നതാ, ചില കേസിൻ്റെ വിധി പറയാൻ ജീവിതത്തിൻ്റെ കോടതി മതിയാവില്ല. അതിൻ്റെ വിധി പറയുക അങ്ങ് മുകളിൽ. അറിവെന്താ, എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. എന്നെ ഇനി നീ കാണാൻ വരരുത്. Get out. Get out. മരിച്ചതിന്റെ കുഞ്ഞമ്മയുടെ മോനല്ല. എന്താ ഒരു പെണ്ണിന്റെ മാനത്തിന്റെ വില എന്താണെന്ന് ഈ നിമിഷം മുതൽ നീ അറിഞ്ഞു തുടങ്ങും. അച്ഛനാകുക എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ. കൺഗ്രാറ്റുലേഷൻസ് കമലാസന. ഒരു പാവം പെൺകുട്ടിയെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുമ്പോൾ നീ വിചാരിച്ചിരുന്നോ നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂന്ന്? എക്സ്ക്യൂസ് മീ, നിന്റെ ലീലാവിലാസങ്ങൾ കാറ്റത്ത് പറന്ന് നടക്കുമോനെ?
മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിവേക് തന്നെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടാ ഞാൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴൊന്ന് ആശ്വാസമായത്, ഒരു ധൈര്യം കിട്ടിയത്. അവർക്കുള്ള ശിക്ഷ നീ കൊടുത്തു, അപ്പൊ നിനക്കുള്ള ശിക്ഷയോ? അന്ന് ഞങ്ങളെ ട്രാപ്പിലാക്കുമ്പോ നീ ഉണ്ടായിരുന്നില്ലടാ അവരുടെ കൂടെ. അപ്പൊ എവിടെയായിരുന്നടാ നിന്റെ ഹീറോയിസം? അന്ന് നീ ഒന്ന് എതിർത്തിരുന്നെങ്കിൽ എനിക്ക് എന്റെ വിവേകിനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നെ നഷ്ടപ്പെടില്ലായിരുന്നു. നീയും അവര് തമ്മിൽ എന്താടാ വ്യത്യാസം? നീ ഒറ്റൊരുത്തനം എന്റെ വിവേകിനെ നഷ്ടപ്പെടാൻ കാരണം. പോടാ നട്ടെല്ലില്ലാത്തവനെ. സാറെന്താ ഒറ്റയ്ക്ക്? ബാക്കിയുള്ള സാറന്മാരൊക്കെ എവിടെ പോയി? അറിയില്ല നോബേ, എനിക്കൊരു റൂം വേണം, ഒന്ന് കിടക്കാനാ. അതിനെന്താ, സാർ ഇഷ്ടമുള്ള റൂം പോയി എടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.